ഹലോ ഗൈസ്, വെൽക്കം ടു എസ് സ്റ്റോറീസ്. അങ്ങനെ നമ്മൾ മറ്റൊരു ഐലൻഡിലേക്ക് പോകാൻ നിൽക്കുകയാണ്, കുൽത്തുഫുഷി ഐലാൻഡ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ. വായോ. നമ്മുടെ മുന്നിലായിട്ട് മിന്നുവിൻ്റെ അച്ഛനും ഉണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6:35-40 ആകുമ്പോഴേക്ക് നമ്മളെ ജെട്ടി സൈഡ് എത്തിയിട്ടുണ്ട്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. 7 മണിക്കാണ് ബോട്ട് പോകാറുള്ളത് ഇവിടുന്ന് സ്ഥിരമായിട്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് ഇങ്ങനെ കരയ്ക്ക് ഇങ്ങനെ അടുപ്പിക്കാൻ വരികയാണ്. നമ്മൾ ഒന്ന് അടുത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് നമ്മുടെ ബോട്ടല്ല എന്ന്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളുടെ ബോട്ട് നമ്മൾ കണ്ടെത്തി ഗൈസ്. ഇതാണ് ഞങ്ങൾ പോകുന്ന ബോട്ട്. കുറച്ച് സമയത്തിന് ശേഷം ടീച്ചേഴ്സ് എല്ലാവരും അവിടെ എത്തി. ഒരു 7:05 ആകുമ്പോഴേക്കും എല്ലാവരും അവിടെ എത്തിയിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ എത്തി. പിന്നെ എൻ്റെ ടാസ്ക് ഓരോരുത്തരെ ബോട്ടിൽ കയറ്റുക എന്നതായിരുന്നു. അങ്ങനെ നമ്മൾ മൊത്തം 10 പേരാണുള്ളത്. ഓരോരുത്തരെയായി നമ്മൾ എണ്ണം എടുത്തുകൊണ്ട് ബോട്ടിലേക്ക് നമ്മൾ കയറ്റി ഗൈസ്. അപ്പോൾ ടൂറിന് കോർഡിനേറ്റർ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ സ്വയം ആ ഡ്യൂട്ടിയും ഞാൻ തന്നെ ഏറ്റെടുത്തു. നമ്മളിപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ. അങ്ങനെ എല്ലാവർക്കും സീറ്റ് കിട്ടിയെന്ന് ഞാൻ ഉറപ്പുവരുത്തി. യെസ്, നമ്മുടെ കൂടെ ക്യാപ്റ്റനുണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞു, പേടിക്കേണ്ട മക്കളെ, നമ്മളൊരു 45 മിനിറ്റ് മാക്സിമം, അതിന് മുന്നേ നമ്മൾ എത്തുമെന്ന്. അങ്ങനെ നമ്മൾ ഐലൻഡിനോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നു. നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത് കേട്ടോ, നല്ല സ്പീഡ് ലോഞ്ച്. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് മറ്റൊരു ഐലൻഡിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവിടെ ഐലൻഡ് എത്താനായി നമുക്ക് സൂചന കിട്ടിയ വളരെ ദൂരെ നിന്ന് നമുക്ക് സ്ഥലങ്ങളൊക്കെ മരങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. അപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവരെ ജെട്ടി സൈഡിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ കേട്ടോ ബോട്ട് പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് ഇങ്ങനെ കാണാം. നല്ല അടിപൊളി വെള്ളമാണ് ഇവിടുത്തെ. ഇതിൻ്റെ വാട്ടറിനൊക്കെ എന്ത് ജാതി കളർ എന്നറിയോ, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. അങ്ങനത്തെ രസമാണ് വെള്ളമൊക്കെ. അവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കി അങ്ങനെ ഇരുന്നു. ഇപ്പം കരയിലെത്തും എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നിന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി അതാ അവിടെ 2-3 കാറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കരയിലെത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളിവിടെ കരയിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ചുറ്റുപാടും സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞു, അടുപ്പിച്ചു. പിന്നെ അടുത്ത എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവരെയൊക്കെ കരയിലേക്ക് എത്തിക്കുക എന്നായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ കൈ പിടിച്ച് ഞാൻ വളരെ സേഫായിട്ട് അവരെ കരയിലേക്ക് കയറ്റി. ഇവരൊക്കെ അധികം ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ, ജിനിസ് സാറ് ഒക്കെയാണ് ആദ്യമായിട്ട് ഇവിടെ കാണാൻ വരുന്നത്. സാന്ദ്ര മിസ്, ആശാ മിസ്, എല്ലാ മിസ്സുമാരും ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ, അമൽ സാറൊക്കെയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഏകദേശം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മളെ കാറുകാരോടൊക്കെ കുശലം പറഞ്ഞു. അങ്ങനെ അവരോട് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ പറഞ്ഞു നമ്മളെയും കൊണ്ടുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റുപാടുകളൊക്കെ ഞാൻ വീഡിയോയിലൊന്ന് പകർത്തി. പിന്നെ നേരെ നമ്മുടെ ഊഴം. ഫസ്റ്റ് കാർ നമ്മൾ കയറ്റി വിട്ടു. പിന്നെ രണ്ടാമത്തെ കാർ നമ്മൾ അവരോട് പറഞ്ഞു. യെസ്, കാർ കയറി. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്താക്കി, അവിടെ എത്തി. നമ്മുടെ ഐലൻഡിനേക്കാൾ വലിയൊരു ഐലൻഡാണ് കുൽത്തുഫുഷി. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, മലയാളീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇവിടെ 3 സ്കൂൾ തന്നെ ഉണ്ട്. ഒരുപാട് മലയാളീസ് ഉള്ള സ്ഥലങ്ങളാണ്. അതിനെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി ഗൈസ്. നമ്മൾ ആദ്യം തന്നെ പോയത് ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു. നമ്മുടെ ഒരു മിസ്സിന് മെഡിക്കൽ എടുക്കാനുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ ആൾക്കാരും മെഡിക്കൽ എടുക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് ഈ ഹോസ്പിറ്റൽ. യെസ്, അങ്ങനെ നമ്മൾ അവിടേക്ക് എത്താനായി ഗൈസ്. എത്തി, നമ്മൾ ഗേറ്റ് കടന്നു. ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കാർ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത് ഗൈസ്. അങ്ങനെ ആദ്യം പോയ 2 കാറും അവിടെ എത്തി. അവർ നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളവിടെ എല്ലാവരും കണ്ടു. ബാക്കിയുള്ള 2 മിസ്സുമാരും അതിൻ്റെ ഉള്ളിലേക്ക് മെഡിക്കൽ എടുക്കാൻ പോയി. നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് അങ്ങനെ ഇറങ്ങി. സാന്ദ്ര VP തിരക്കിലാണ്. അവർക്കുള്ള പൈസ ഒരു 40 റുപ്യ അവരെന്താക്കി അയച്ചു കൊടുത്തു. യെസ്, അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മൾ വേറൊരു സ്പോട്ടിലേക്കാണ്. നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫുഡ് അടിക്കണം എന്നതായിരുന്നു. പ്രഭാത ഭക്ഷണം എല്ലാവരും നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. ഇനി അടുത്തത് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു. അങ്ങനെ ആ സ്പോട്ടിന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ഗൈസ്. നേരിയൊരു മഴയും ഉണ്ടായിരുന്നു.
കാലാവസ്ഥ നല്ല ചൂടുമില്ല, നല്ല തണുപ്പുമില്ല, ചെറിയൊരു മഴയും മോശമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ സ്പോട്ട് കണ്ടെത്താൻ പോയി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്, പ്ലേറ്റ് ഇല്ല. ബാക്കി എല്ലാ സാധനമുണ്ട്, പ്ലേറ്റും ഗ്ലാസ്സും ഇല്ല. അങ്ങനെ വിസ്മയും അമലും കൂടി എന്താക്കി, പ്ലേറ്റും ഗ്ലാസും പോയി വാങ്ങി വന്നു. പിന്നെ ശേഷം നടന്നത് ചരിത്രമാണ്. നമ്മൾ ഇഡ്ഡലി, ദോശ, ചമ്മന്തി, സാമ്പാർ, മുട്ട, പഴം അങ്ങനെ വിഭവസമൃദ്ധമായ ഫുഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഒരു ചെറിയൊരു മഴയത്ത് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു ഒരു കാലാവസ്ഥയും എല്ലാം. പക്ഷെ ഇരിക്കാനുള്ളൊരു സ്ഥലം നമുക്കങ്ങനെ വലിയ സുഖമൊന്നും തോന്നിയില്ല. അങ്ങനെ സന്ദ്ര വി പി ആർക്കും മുട്ടത്തിരില്ല എന്ന് പറഞ്ഞിട്ട് സന്ദ്ര വി പി അടിച്ചു മാറ്റുകയാണ് ഗൈസ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നടന്നു ബീച്ചിലേക്ക്. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പെയറായി നമ്മളിങ്ങനെ പോവുകയാണ്. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. നല്ല നമുക്കൊരു മിനി മാലയ മോഡലാണ് നമുക്ക് കുൽത്തുഫുഷി. അത്യാവശ്യം ഷോപ്പിംഗ് ഉണ്ട്, വണ്ടികളുണ്ട്, അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉണ്ട്. കാണാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഞാൻ പിന്നെ അങ്ങ് സിഗ്മയായി. പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് നടന്നു. ചെറിയ മഴയത്താണ് കേട്ടോ. സന്ദ്രവിപ്പിൻ്റെ കൂടെ വീഡിയോ എടുക്കാനായി തൊട്ട് പുറകിലുണ്ട്. പിന്നെ മിന്നുവുണ്ട്, പൊന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ബീച്ചിലേക്ക് ഒരു അത്യാവശ്യം ഒരു 1.5 കിലോമീറ്ററിൻ്റെയോളം ദൂരം നമുക്ക് നടക്കാനുണ്ട്. നമ്മൾ കഥയൊക്കെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. വലിയ മടുപ്പൊന്നുമില്ല. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ബിനി മിസ്, ഹസ്ബൻഡ്, വിസ്മയ ഹസ്ബൻഡ്, പിന്നെ ഞാനും സന്ദ്ര വി പിയും, പിന്നെ വീഡിയോ എടുക്കാൻ നമ്മുടെ മിന്നുവും. പിന്നെ ശേഷം ഞാൻ മിനുവിനെയും കൂട്ടി അങ്ങ് നടന്നു. പിന്നല്ല ഇന്ന പിടിച്ചോ ദും തരികിടത്തോ. യെസ്, കുടുങ്ങിയില്ല. വെള്ളപ്പേനത് കൊണ്ട് ഞാൻ കൊടുത്തില്ല കേസ്. നമ്മളെ ചെക്കനാണ്, പാവുണ്ടാവും. ഓക്കെ. അങ്ങനെ എ ബി സി ഡി 4 ഫ്ലാറ്റ് അടുപ്പിച്ച് കണ്ടു. സിയുവിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ നടന്നു. അപ്പോഴാണ് മിന്നു വന്നത്. ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് വാരി എറിഞ്ഞും കൊടുത്തു. ചെക്കന് സ്നേഹം കൂടിപ്പോയത് കൊണ്ട് ചെക്കൻ വേഗം നമ്മളെടുത്ത് അങ്ങ് പോയി. യെസ്, അങ്ങനെ നമ്മൾ എത്താനായി ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ കോമൺവെൽത്ത് ബീച്ച് ഹാൻഡ്ബോൾ ആണ് ഇവിടെ നടക്കുന്നത്. യെസ്, ഇതൊക്കെ അതിൻ്റെ ടെൻ്റാണ്. നമുക്ക് ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. നമ്മൾ എത്തിയത് ഇന്നായിരുന്നു. പക്ഷേ ഇന്നലെയായിരുന്നു ഇന്ത്യയും വേറെ ടീമൊക്കെ ആയിട്ടുള്ള ഹാൻഡ്ബോൾ കോമ്പറ്റീഷൻ. ഇന്ന് എനിക്ക് തോന്നുന്നു മാൽദ്വീപിൻ്റെയും ശ്രീലങ്കയുടെയാണ് മത്സരം തോന്നുന്നു. മാൽദ്വീപിലെ ആരാധകർ അവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ശേഷം നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ നമ്മൾ അവിടെ നിന്ന് പരിചയപ്പെട്ടു. അവരുടെ കൂടെ ഫോട്ടോയും വീഡിയോസൊക്കെ എല്ലാം എടുത്തു. അവർ പറഞ്ഞത് ഏതോ ഒരു മാച്ചൊക്കെ വിജയിച്ചു എന്നാണ്. പക്ഷേ അറിഞ്ഞത് അവർ തോറ്റു എന്നാണ്. നാട്ടിലേക്ക് പോകാൻ റെഡി നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് മാൽദ്വീപ്യൻസ് അവിടെ ഉണ്ട്, ഇവരെ മാച്ച് കാണാൻ വേണ്ടി മാത്രം. ശേഷം നമ്മൾ ഇന്ത്യക്കാരെ പരിചയപ്പെട്ടു. ഒരുപാട് കോച്ചുകളൊക്കെ ഉണ്ട്, അവരൊക്കെ വളരെ ബിസിയാണ്. അതിനുശേഷം നമ്മൾ പിന്നെ ബീച്ചിലേക്ക് അങ്ങ് ഇറങ്ങി. പിന്നെ നമ്മുടെ സമയമായിരുന്നു. എന്ത് രസമാണെന്നറിയാം ഈ ബീച്ച്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫുൾ വൈറ്റ് സാൻഡാണ്. അത്രയും വൃത്തിയോടെയാണ് ഇവന്മാർ ഈ ബീച്ച് അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്. അതിൻ്റെ നമുക്ക് കാണാൻ പറ്റും, അതിമനോഹരമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ കാണാം, തെങ്ങുണ്ട്, ചെറിയ ഊഞ്ഞാലുണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ. സൈഡിൽ ബീച്ചുണ്ട്, ജെറ്റ് സ്കി സാധനങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ശേഷം നമ്മളെല്ലാവരും കൂടി ചേർന്നൊരു വീഡിയോ അങ്ങ് കാച്ചി. മഴയത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് ഒരു പാട്ടും ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളവിടെയൊക്കെ ഇരുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഫോട്ടോ വീഡിയോസൊക്കെ അങ്ങ് എടുത്തു. പിന്നെ ഞാൻ ഒറ്റയ്ക്കൊന്ന് ഈ ദ്വീപൊക്കെ ഒന്ന് കാണാനങ്ങ് ഇറങ്ങി. ചുറ്റുപാടുമൊക്കെ അങ്ങ് കണ്ടു. പിന്നെ ക്ഷീണം കൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഊഞ്ഞാലങ്ങ് ആടി. പിന്നെ നമ്മുടെ ചെക്കനെ അങ്ങ് വിളിച്ചു. മിന്നു സാറുണ്ടായിരുന്നു. മിന്നുവിനെയും കൂട്ടി നമ്മൾ ഒരുമിച്ച് അങ്ങ് ഊഞ്ഞാലാടി. ചെക്കന് ആദ്യം കുറച്ച് നാണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശ്രീമാമൻ്റെ കൂടെ അങ്ങ് ഊഞ്ഞാലാടാൻ ചെക്കൻ അങ്ങ് റെഡിയായി. നമ്മൾ 2 പാട്ടൊക്കെ അങ്ങ് പാടി അങ്ങ് സെറ്റായി. പിന്നെ സാന്ദ്ര വി പിക്കുള്ള ഊഴമായിരുന്നു. എൻ്റെ അലുവ കണ്ണാളേ ഒരു പാട്ടൊക്കെ പാടി ഞാൻ അങ്ങ് സെറ്റാക്കി. ഒരു വീഡിയോ 2 ഫോട്ടോ ഒക്കെ അങ്ങ് കാച്ചി. പിന്നെ വി പിയോട് ഞാനൊരു മാസ് കാണിക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നടോവേ, ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ 2-3 മാസം കാണിച്ചു. വാവ്. പിന്നെ നമ്മൾ അവിടുന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് മെല്ലെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങി. സമയം ഇപ്പോൾ ഒരു 9:45 10 ആയിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി ഒരു കാറങ്ങ് വിളിച്ച് പോയെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, 2 അടി വെച്ചങ്ങ് നടന്നു. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് നമ്മളെത്തി. ഇനിയാണ് കാണേണ്ടത് മക്കളെ. നമ്മളൊരു ഷോപ്പിലേക്ക് കയറുകയാണ്. ആന കരിമ്പിൻ കാട്ടിലേക്ക് കയറിയ മാതിരി എല്ലാവരും കൂടി അങ്ങ് ഇടിച്ചിറങ്ങി. എന്താ സന്തോഷം. അങ്ങനെ ഒരു വലിയ ഷോപ്പാണ്. അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോരോ സാധനങ്ങളിലേക്കും പോയി. നമ്മുടെ ഐലൻഡിൽ ഇത്രയും വലിയ ഷോപ്പുകളൊന്നുമില്ല കേട്ടോ. അതേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ്.
ഇവിടെ വന്നാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്ക് എല്ലാം കിട്ടും. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ ജിൻസാറുണ്ട്. ജിൻസാർക്ക് ഗോഗിൾസ് വേണം, സ്നോർക്കലിംഗ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ VPക്ക് ഒരു ക്യാപ്പ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ വാങ്ങിയില്ല കേട്ടോ, ഗംഭീര പൈസയാണ്. അതിന് 2 ഫോട്ടോ വീഡിയോ ഒക്കെ ഇങ്ങ് എടുത്ത് നമ്മളങ്ങ് സെറ്റാക്കി. അപ്പോഴാണ് നമ്മുടെ കുട്ടപ്പനെയും കൊണ്ട് മിന്നുക്കുട്ടൻ വന്നത്. യെസ്, ഞാൻ എൻ്റെ തക്കുടി അങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. തക്കുടിനെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ പൈസ കാരണം ആ ഇഷ്ടം കുറച്ചങ്ങ് കുറഞ്ഞു പോയി. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു. തക്കുടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഷോപ്പിംഗ് കഴിഞ്ഞ പാടും സന്ദ്ര വെള്ളം കുടിച്ചു പോയി ഗൈസ്. അത്യാവശ്യം വലിയ ഷോപ്പാണ്, കാണാനൊക്കെ ഉണ്ട്. പക്ഷേ റേറ്റൊക്കെ വളരെ കുറച്ച് കൂടുതലാണ്. ശേഷം നമ്മൾ എല്ലാവരും അവിടെ നിന്നും ഇറങ്ങി മറ്റൊരു ഷോപ്പിലേക്കാണ് പോയത്. തൊട്ട് അടുത്ത് തന്നെയാണ് എല്ലാ ഷോപ്പും ഉള്ളത്. അങ്ങനെ അടുത്ത ഷോപ്പിലേക്ക് നമ്മൾ കയറി. ഇവിടെ കുറച്ച് അവിടെ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കറികളൊക്കെ നോക്കി, വില കുറവൊക്കെ ഉണ്ട്. അപ്പോൾ പയറ്, ബ്രിഞ്ചാൾ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേയ്മെൻ്റൊക്കെ നമ്മൾ ചെയ്തു. ഏകദേശം ഒരു 40 റുപ്യ 45 റുപ്യയോളം അവിടെ നമ്മൾ ചിലവായി. പിന്നെ നമ്മൾ വീണ്ടും പ്രയാണം ആരംഭിച്ചു. അടുത്ത ഷോപ്പായിരുന്നു ലക്ഷ്യം. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. യെസ്, അങ്ങനെ റോഡിൽ കൂടി നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. മനോഹരമായ പൂക്കളും സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ അവിടെ നിന്നും നേരെ റോഡ് വഴി അങ്ങ് നടന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളൊരു പോസ്റ്ററൊക്കെ കണ്ടത്. ഇവിടെ എനിക്ക് തിയേറ്ററൊക്കെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഒരു പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചത് ബാഹുബലിയാണെന്നാണ്. പിന്നെ അടുത്തേക്ക് പോയി നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ബാഹുബലി ഒന്നുമല്ല, വേറെ ഏതോ ആണെന്ന്. പിന്നെ അവിടെ നമ്മൾ നേരെ കാർ എടുത്തു, നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളെ മിസ്സുമാരെ അന്വേഷിച്ച് പോയതാണെന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഗൈസ്. കൊടും ചൂടത്താണ് നമ്മൾ പോകുന്നത്. അമലേട്ടായി ഉണ്ട്, ക്ഷീണിതനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ജിനു സാർ ഇതാ പിന്നെയും കയറിപ്പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഞെട്ടിപ്പോട്ടോ. ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. വളരെ ദയനീയമായ അവസ്ഥയാണ്. അങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മളവിടെ ചിലവഴിച്ചു. പിന്നെ നേരെ നമ്മളൊരു കാറങ്ങ് എടുത്തു. നേരെ നമ്മൾ പോയത് മറ്റൊരു സ്ഥലത്തേക്കായിരുന്നു. എല്ലാവരും വളരെ ക്ഷീണിതരായതുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയായിരുന്നു. നേരെ മലയാളി ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് നമ്മളങ്ങ് പോയി. യെസ്, അങ്ങനെ എത്തി. മന്നം റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല ഫുഡാണെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, എല്ലാവരും കൂടി അങ്ങ് കയറി. യെസ്, ബിനിമിസിൻ്റെ പുതിയ ക്രോക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് കാണിച്ചു. ശേഷം നമ്മൾ എന്താക്കി, അവിടേക്ക് ടേബിളൊക്കെ നോക്കി. നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ട്. അത് പരിശോധിക്കാൻ ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവിടെ നമ്മളെ വരവേൽക്കാൻ മറ്റൊരു അതിഥി കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിഥികളെയും കണ്ട് നമ്മൾ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. യെസ്, അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ പിന്നെ നേരെ നമ്മൾ എന്താക്കി, കൈ കഴുകാനൊക്കെ അങ്ങ് പോയി. അങ്ങ് സെറ്റായി ഒന്ന് ഫ്രഷായൊക്കെ അങ്ങ് വന്നു. യെസ്, ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. അങ്ങനെ പല വിഭവങ്ങളും വന്നു ഗൈസ്. നമ്മളാദ്യം വെജ് ഫ്രൈഡ് റൈസ് പറഞ്ഞു, പിന്നെ പൊറോട്ട പറഞ്ഞു, പിന്നെ ബിരിയാണി പറഞ്ഞു, പിന്നെ ചിക്കൻ ടിക്ക, അങ്ങനെ എല്ലാം വന്നു. തിന്നിട്ടും തിന്നിട്ടും തീരാറായി. അങ്ങനെ എല്ലാം നമ്മൾ ഏകദേശം തീർത്തു ഗൈസ്. നല്ല അടിപൊളി ഒന്നൊന്നര ഫുഡായിരുന്നു. അങ്ങനെ പേയ്മെൻ്റൊക്കെ കൊടുത്ത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് മിസ്സുമാരൊക്കെ കണ്ടു. പിന്നെ ശേഷം നമ്മൾ നേരെ ജെട്ടിയിലേക്ക്. നമ്മുടെ ക്യാപ്റ്റൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവരെ എണ്ണമെടുത്ത് എല്ലാവരെയും ബോട്ടിൽ കയറ്റുക എന്നായിരുന്നു. യെസ്, ആരെയും മിസ്സായിട്ടില്ല. എല്ലാവരും നമ്മൾ എന്താക്കി, ബോട്ടിലേക്ക് അങ്ങ് കയറ്റി. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ കുൽത്ത് ഫിഷിയോട് നമ്മൾ ബൈ ബൈ ടാറ്റ പറഞ്ഞു. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് ബോട്ടൊക്കെ കണ്ടു. അവരൊക്കെ മീൻ പിടിക്കുകയാണ് ഗൈസ്. അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ 2-3 ഡോൾഫിനെയും കണ്ടിരുന്നു. നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഐലൻഡ് എത്തി. എല്ലാവരും വളരെ ഓഫായിരുന്നു. വൈകുന്നേരത്തെ വെയിലും വൈറ്റമിൻ ഡി ഒക്കെ വല്ലാണ്ട് അങ്ങ് ഉൽപ്പാദിപ്പിച്ചു ഗൈസ്. എല്ലാവരും ഫുൾ ക്ഷീണത്തിലായി. അങ്ങനെ ഏകദേശം ഒരു 6 മണി ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഐലൻഡിലെത്തി. അപ്പോഴാണ് നമ്മൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. നമ്മളെ ഐലൻഡിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരു സൈഡിലേക്ക് തന്നെ നോക്കിയിരുന്നു. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് നമ്മുടെ ഐലൻഡ് കാണുന്നത് കേട്ടോ. യെസ്, എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങൾ വിചാരിക്കും ഈ ബോട്ടാണെന്ന്. ഇതല്ല, ഇതാണ് ഗൈസ്. വലിയ കണ്ടെയ്നർ ബോട്ട് പോലുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോട്ടിൽ നിന്നിറങ്ങി നേരെ വീട്ടിലോട്ട്. ബൈ ബൈ.